അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ശഅബാൻ മാസത്തിലെ അതിവിശുദ്ധമായ ബറാഅത്ത് രാവിനെ കുറിച്ചാണ്. അതിനോടൊപ്പം ഓതേണ്ട ദിക്റുകൾ, ദുആകൾ, നോമ്പ് എല്ലാം വിശദമായി ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതാണ്. ഈ വീഡിയോ അവസാനം വരെ എല്ലാവരും ശ്രദ്ധയോടെ കേൾക്കുക. അതിനോടൊപ്പം ലൈക്ക് തന്ന് സഹായിക്കുന്ന എല്ലാവരുടെ അഭിപ്രായം കമൻ്റായി രേഖപ്പെടുത്തുകയും വേണം ഇൻഷാ അല്ലാഹ്. നമ്മുടെ ജീവിതം തന്നെ മാറിയേക്കാവുന്ന ഒരു രാത്രിയാണ് ഇത്, ബറാഅത്ത് രാവ്. ശഅബാൻ മാസത്തിലെ 14-ാം തീയതി സൂര്യാസ്തമനത്തിന് ശേഷം തുടങ്ങുന്ന 15-ാം തീയതിയുടെ പുലർച്ചെ വരെയുള്ള രാത്രിയാണ് ബറാഅത്ത് രാവ് എന്ന് പറയുന്നത്. ബറാഅത്ത് എന്ന വാക്ക് മാപ്പ്, മോചനം, രക്ഷ എന്നിങ്ങനെയൊക്കെയാണ് അർത്ഥം. ഈ രാത്രിയിൽ അല്ലാഹു തആല തൻ്റെ ദാസന്മാരിലേക്ക് പ്രത്യേകമായി തിരിഞ്ഞു നോക്കുന്നു. ധാരാളം പാപങ്ങൾക്ക് മാപ്പ് നൽകുന്നു, ധാരാളം ഹൃദയങ്ങൾ ശുദ്ധീകരിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ രാത്രി നമ്മൾ ആഘോഷത്തിൻ്റേതല്ല, അമലുകളുടെ രാത്രികളാണ്. നമ്മൾ ഒരുപാട് വെറുതെ സംസാരിച്ചും ഉറങ്ങിയും കളയാനുള്ളതല്ല ഈ ബറാഅത്ത് രാവ്. ഒരു കണ്ണുനീർ, ഒരു ഇസ്തിഗ്ഫാർ, ഒരു ദുആ അല്ലാഹുവിലേക്ക് അടുക്കാൻ നമ്മെ അടുപ്പിക്കുന്ന ഒരു രാത്രിയാണ് ഇത്. നമ്മുടെ നിർബന്ധ നമസ്കാരങ്ങൾ, ഫർള് നമസ്കാരങ്ങൾ കൃത്യമായി നിർവഹിക്കുക. അതിനുശേഷം സുന്നത്ത് നമസ്കാരങ്ങളും എല്ലാം നമസ്കരിക്കുക. അതുപോലെ ഖുർആൻ പാരായണം ചെയ്യുക. ഒരുപാട് ഖുർആൻ പാരായണം, സൂറത്തുൽ യാസീൻ, സൂറത്തുൽ മുൽക്ക്, സൂറത്തുൽ ഇഖ്ലാസ്, സൂറത്തുൽ ഫലക്ക്, സൂറത്തുൽ നാസ്, അങ്ങനെ ഒരുപാട് ഫലപ്രദമായ സൂറത്തുകളുണ്ട് അന്ന് ഓതുവാൻ വേണ്ടി. ഈ രാത്രി പ്രത്യേകമായി ഓതേണ്ട ഒരു ദിക്റാണ് പ്രധാനപ്പെട്ട ദിക്ർ ഇസ്തിഗ്ഫാർ. ഇസ്തിഗ്ഫാർ ഓതുന്നതിലൂടെ ഒരുപാട് പാപമോചനങ്ങൾ നമ്മൾക്ക് കിട്ടുന്നതാണ്. ഇൻഷാ അല്ലാഹ് ഒരുപാട് വട്ടം ചെല്ലുന്നത് നല്ലതാണ്. അസ്തഗ്ഫിറുല്ലാഹൽ അലീം വഅതൂബു ഇലൈക്, അസ്തഗ്ഫിറുല്ലാഹൽ അലീം വഅതൂബു ഇലൈക് എന്ന് 100 തവണയെങ്കിലും, അല്ലെങ്കിൽ നമുക്ക് കഴിയുന്ന തവണയെങ്കിലും, അല്ലെങ്കിൽ 1000 തവണ കണ്ണുനീരോടെ അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം വഅതൂബു ഇലൈഹി എന്ന് കരഞ്ഞുകൊണ്ട് അല്ലാഹുവിനോട് മാപ്പിനപേക്ഷിച്ചാൽ ഞങ്ങളുടെ എല്ലാ പാപങ്ങളും അല്ലാഹു തആല മാപ്പാക്കി തരുന്നതാണ്. അതിനുശേഷം 101 തവണ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ എന്ന് ചൊല്ലുക. അതിനുശേഷം മനസ്സ് ശുദ്ധീകരിക്കുന്ന ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് 100 പ്രാവശ്യം. അതിനുശേഷം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സലാത്ത്, അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് വലാ ആലി മുഹമ്മദ്, അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് വലാ ആലി മുഹമ്മദ് 100 പ്രാവശ്യമെങ്കിലും ചൊല്ലുക. അതിനുശേഷം പ്രത്യേകമായ ദിക്റാണ്, മാപ്പ് തേടാനും ഏറ്റവും മനോഹരമായ ഒരു ദിക്റാണ് യാ ഗഫൂർ യാ റഹീം യാ ഗഫൂർ യാ കരീം, യാ ഗഫൂർ യാ റഹീം യാ ഗഫൂർ യാ കരീം എന്ന് 101 പ്രാവശ്യം ചൊല്ലുക. ഒരുപാട് അമലുകൾ ഇങ്ങനെ ചൊല്ലുക. ഈ രാത്രി നമ്മൾ വെറുതെ ഉറങ്ങിപ്പോകുവാനുള്ളതല്ല. ഒരു കണ്ണുനീർ, ഒരു ദുആ, ഒരു ഇസ്തിഗ്ഫാർ നമ്മുടെ ജീവിതം തന്നെ മാറ്റിയേക്കാവുന്ന രാത്രിയാണ്. ഒരുപാട് പാപമോചനത്തിന് വഴിയേകുന്ന രാത്രിയാണിത്. പ്രിയപ്പെട്ടവരെ, ഈ രാത്രി ഇനി അടുത്ത വർഷം കിട്ടുമോ എന്നുള്ളത് നമുക്കറിയില്ല, വീണ്ടും വരുമോ എന്ന് നമുക്കറിയില്ല. ഇന്ന് നമ്മൾ അല്ലാഹുവിൻ്റെ വാതിലിൽ നിൽക്കാൻ, മാപ്പ് തേടാൻ, ജീവിതം മാറ്റാൻ, ദുആ ചെയ്യാൻ. ഇൻഷാ അല്ലാഹ് അല്ലാഹു നമ്മളെല്ലാവരെയും ഈ രാത്രിയുടെ ബർക്കത്ത് ലഭിക്കുമാറാകട്ടെ, ആമീൻ. അതിനുശേഷം നമ്മൾ അല്ലാഹുവിലേക്ക് കൈകൾ ഉയർത്തിപ്പിടിച്ച് കണ്ണീരോടെ ദുആ ചെയ്യുക. അവൻ കേൾക്കാതിരിക്കില്ല. അല്ലാഹുവേ, ഞങ്ങൾ പലപ്പോഴും തെറ്റിയിട്ടുണ്ട്, അറിഞ്ഞും അറിയാതെയും പാപങ്ങൾ ചെയ്തിട്ടുണ്ട്, എന്നാലും നിൻ്റെ വാതിൽ വിട്ടുപോയിട്ടില്ല. യാ അല്ലാഹ്, ഈ ബറാഅത്ത് രാവിൻ്റെ ബറക്കത്തിൽ ഞങ്ങളുടെ എല്ലാ പാപങ്ങളും നീ മാപ്പ് നൽകണമേ. ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ഈമാൻ ശക്തമാക്കണമേ. ഞങ്ങളുടെ കണ്ണുകളിൽ നിൻ്റെ ഭയം നിറയ്ക്കണമേ. യാ റബ്ബേ, ഞങ്ങളുടെ ജീവിതത്തിലെ തടസ്സങ്ങൾ നീ നീക്കണമേ, കഷ്ടതകൾ ലഘൂകരിക്കണമേ. റിസ്ക് കുറവായി ഞങ്ങൾ വിഷമിക്കുന്നുണ്ടെങ്കിൽ ഈ രാത്രിയിൽ നീ അത് വർദ്ധിപ്പിക്കണമേ യാ അല്ലാഹ്. രോഗങ്ങളാൽ വേദനിക്കുന്നവർക്ക് സുഖം നൽകണമേ യാ അല്ലാഹ്. കടബാധ്യതകളാൽ തളർന്നിരിക്കുന്നവർക്ക് നീ ആശ്വസിപ്പിക്കണമേ തമ്പുരാനെ. യാ അല്ലാഹ്, ഞങ്ങളുടെ മാതാപിതാക്കളെ നീ കരുണയോടെ കാക്കണമേ. ജീവിച്ചിരിക്കുന്നവർക്ക് ആരോഗ്യം, ഈമാനും
ഈ അടിമകളുടെ കണ്ണുനീർ കാണുന്നവനല്ലേ റബ്ബേ നീ. ഞങ്ങളുടെ നിശബ്ദ ദുആകൾ നിനക്ക് മറന്നിട്ടില്ലല്ലോ റബ്ബേ. യാ റഹ്മാനെ, ഈ രാത്രിയിൽ ഞങ്ങളുടെ പേരുകൾ സൗഭാഗ്യവാന്മാരുടെ പട്ടികയിൽ നീ എഴുതണമേ. ദുനിയാവിൽ സമാധാനം, ആഖിറത്തിൽ വിജയവും ഞങ്ങൾക്ക് നൽകണമേ. അല്ലാഹുവേ, ഈ വീഡിയോ കേൾക്കുന്ന ഓരോരുത്തരെയും നിൻ്റെ പ്രത്യേക കരുണയിൽ ഉൾപ്പെടുത്തണമേ. ഞങ്ങളെ ഈ റമദാനിലേക്ക് ആരോഗ്യത്തോടും ഈമാനോടും എത്തിക്കുന്നവരാക്കണമേ റബ്ബേ. അല്ലാഹ്, ഈ ബറാഅത്തിൻ്റെ രാവിൻ്റെ ബർക്കത്തുകൊണ്ട് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ദുആകൾ കബൂൽ ചെയ്യട്ടെ. എല്ലാവരും ദുആ ചെയ്യുക. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. നിങ്ങളുടെ ദുആയും സപ്പോർട്ടും കൊണ്ട് മുമ്പോട്ട് പോകാൻ കഴിയട്ടെ ഇൻഷാ അല്ലാഹ്. എല്ലാവരും അല്ലാഹുവിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. ആമീൻ.